Hi dear students, welcome back. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE409 ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷനിലെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നുള്ള 6th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇതിനു മുമ്പ് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മുടെ ലെക്ചർ 3ൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കുറച്ച് ടോപ്പിക്ക് ഞാൻ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്യാപ്സ്യൂളായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ചെറിയൊരു റിപ്പീറ്റേഷൻ ഉണ്ടാവും ഈ ലെക്ചറിൽ. മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക്. The methods and units of measurement for civil construction work are mainly categorized for their nature, shape, size and for making payments of contractor. അപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിങ്ങിൽ മെഷർമെൻറ്റ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സും അതിൻ്റെ യൂണിറ്റ്സും ആ ഒരു വർക്കിൻ്റെ നേച്ചറിനെയും ഷേപ്പിനെയും സൈസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോൺട്രാക്ടറിന് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ പുള്ളി ചെയ്ത വർക്ക് എത്രയാണെന്ന് മെഷർ ചെയ്താൽ മാത്രമേ നമുക്ക് പുള്ളിക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റൂ. The principle of units of measurement normally consist of the following. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് എന്തായിരിക്കണം എന്നുള്ളതിന് ഫോളോയിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക. സിംഗിൾ യൂണിറ്റ് വർക്ക്സ് ലൈക്സ് ഡോർസ്, വിൻഡോസ്, ട്രസ്സസ് എക്സെട്ര ആർ എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. അപ്പോൾ സിംഗിൾ ക്വാണ്ടിറ്റി വർക്കുകൾ, അതായത് ഡോറുകൾ, വിൻഡോസ്, ട്രസ്, അതൊക്കെ നമ്മൾ നമ്പറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എത്ര ഡോറ്, എത്ര വിൻഡോ. അപ്പോൾ അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് വരുന്നത് എത്ര ഡോറ് ചെയ്തു, എത്ര വിൻഡോസ് ചെയ്തു, ആ നമ്പറിലാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്പറാണ്. വർക്ക് കൺസിസ്റ്റിംഗ് ലീനിയർ മെഷർമെൻറ്റ്സ് ഇൻവോൾവ് ലെങ്ത് ലൈക്ക് cornice, fencing, handrail, band of specified width etc. are expressed in running meters, അതായത് മീറ്ററിൽ. അപ്പോൾ ചില വർക്കുകൾ ലീനിയർ മെഷർമെൻ്റ് ആയിരിക്കും അതിന് സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റെപ്പിലൊക്കെ ഉള്ള ഹാൻഡ് റെയിൽ, കൈവരി എന്ന് പറയുമ്പോൾ എത്ര ലെങ്ത് ഹാൻഡ് റെയിൽ ചെയ്തു എന്നാണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന റണ്ണിങ് മീറ്റേഴ്സ് RMലായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് ഹാൻഡ് റെയിലിൻ്റെ യൂണിറ്റ് എന്താണെന്ന് എഴുതിയാൽ നമ്മൾ എഴുതേണ്ട റണ്ണിങ് മീറ്റർ, അല്ലെങ്കിൽ ചുമ്മാ മീറ്റർ എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ ഫെൻസിങ് വർക്കിൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീറ്റർ എന്നാണ് എഴുതേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അടുത്തത് വർക്ക് കൺസിസ്റ്റിംഗ് ഏരിയൽ സർഫസ് മെഷർമെൻറ്റ് ഇൻവോൾവ് ഏരിയ ലൈക്ക് പ്ലാസ്റ്ററിംഗ്, വൈറ്റ് വാഷിംഗ്, പാർട്ടീഷൻ ഓഫ് സ്പെസിഫൈഡ് തിക്നെസ് എക്സെട്ര ആർ എക്സ്പ്രസ്ഡ് ഇൻ സ്ക്വയർ മീറ്റേഴ്സ് M². അപ്പോൾ ചില വർക്കുകൾ ഏരിയ അല്ലെങ്കിൽ സർഫസ് മെഷർമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ലെങ്ത് എത്ര വിഡ്ത്ത് പ്ലാസ്റ്റർ ചെയ്തെന്നാണ് എടുക്കുന്നത്. അപ്പോൾ M² അതിൻ്റെ യൂണിറ്റ് വരുന്നത്, സ്ക്വയർ മീറ്ററിൽ. അതേപോലെ വൈറ്റ് വാഷിംഗ്, പാർട്ടീഷ്യൻ വാളുകൾ, പിന്നെ പെയിൻറ്റിങ്, ഇതെല്ലാം നമ്മൾ സ്ക്വയർ മീറ്റേഴ്സ് M² അതിൻ്റെ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. അടുത്ത വർക്ക് കൺസിസ്റ്റിംഗ് ക്യൂബിക്കൽ കണ്ടൻസ് വിച്ച് ഇൻവോൾവ് വോളിയം ലൈക്ക്. വലിയ വർക്കുകൾ, ഹ്യൂജ് ആയിട്ടുള്ള വോളിമെട്രിക് വർക്കുകളാണെങ്കിൽ നമ്മളതിനെ ക്യൂബിക്കൽ കണ്ടൻറ്റ് M³ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യൂബിക് മീറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എർത്ത് വർക്ക്, സിമെൻറ്റ് കോൺക്രീറ്റ്, മേസൺറി വർക്ക്, ഇതെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ക്യൂബിക് മീറ്ററിലാണ്. M³ അതിനെ CUM ക്യൂബിക് മീറ്റർ എന്നുള്ള ഷോർട്ട് ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുവാണ് എർത്ത് വർക്കിൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ M³ എന്നാണ് എഴുതുന്നത്. സിമെൻറ്റ് കോൺക്രീറ്റ് അത് ഏത് പ്രൊപ്പോർഷനിലാണെങ്കിലും അതിൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ³ അല്ലെങ്കിൽ CUM ക്യൂബിക് മീറ്റർ എന്ന് എഴുതുക. അതേപോലെ മേസൺറി, ബ്രിക്ക് മേസൺറി, സ്റ്റോൺ മേസൺറി എന്താണെങ്കിലും ക്യൂബിക് മീറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് കുറച്ച് ബിൽഡിംഗ് വർക്കുകൾ എന്തൊക്കെയാണ് നോക്കാം. ഇപ്പോൾ ബിൽഡിംഗ് വർക്കിൽ നമുക്ക് എർത്ത് വർക്ക് നമ്മൾ പറഞ്ഞു ക്യൂബിക് ആണ് അതിൻ്റെ യൂണിറ്റ്. ക്യൂബിക് എന്ന് വെച്ചാൽ M³ ആണ് അതിൻ്റെ യൂണിറ്റ്. കോൺക്രീറ്റിംഗ് ആണെങ്കിൽ അതും M³ ആണ് അതിൻ്റെ യൂണിറ്റ്. എക്സ്പാൻഷൻ ജോയിൻ്റ് ആണെങ്കിൽ എത്ര എക്സ്പാൻഷൻ ജോയിൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ യൂണിറ്റ് റണ്ണിങ് മീറ്റർ അല്ലെങ്കിൽ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് DPC ഡാം പ്രൂഫ് കോഴ്സ്, അതിൻ്റെ യൂണിറ്റ് വരുന്നത് സ്ക്വയർ മീറ്ററാണ്, M² എന്ന് പറയും. അടുത്തത് ബ്രിക്ക് വർക്ക് നമ്മൾ ക്യൂബിക്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റോൺ മേസൺറി നമ്മൾ ക്യൂബിക്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഡോർസ് ആൻഡ് വിൻഡോ ഷട്ടേഴ്സ്, ഡോർസും വിൻഡോസും ആണെങ്കിൽ നമ്പർ ആയിരിക്കും. ഡോർ, വിൻഡോ, ഷട്ടർ ആണെങ്കിൽ സ്ക്വയർ മീറ്ററാണ്, M² റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഫ്രെയിം ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അത്
ക്യൂമിക് മീറ്ററിലാണ്, എം ക്യൂബിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റീൽ ആൻഡ് അയൺ വർക്ക്, സ്റ്റീൽ അയൺ വർക്കൊക്കെ കിലോഗ്രാം അല്ലെങ്കിൽ ക്വിൻ്റലിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെയ്റ്റ് ഇൻ കിലോഗ്രാം അല്ലെങ്കിൽ ക്വിൻ്റലിലാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. റൂഫ് കവറിങ്, ഫ്ലോറിങ്, പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, വാട്ടർ പ്രൂഫിങ്. അപ്പോൾ റൂഫ് കവറിങ് വർക്കുകൾ, അതായത് ടൈലിടുക, ഗ്രാനൈറ്റ് ഇടുക, അതുപോലത്തെ വർക്കുകൾ, നമ്മുടെ ഷീറ്റ് ഇടുക, റൂഫിൽ ഷീറ്റ് ഇടുക, പിന്നെ ടൈൽ ഇടുക എന്നുള്ള വർക്കുകൾ. ഫ്ലോറിങ്ങിൽ ടൈലിങ് വരും, ഗ്രാനൈറ്റ് വരും. പ്ലാസ്റ്ററിങ് വർക്കുകൾ, സർഫസിലുള്ള പെയിൻറ്റിങ് വർക്കുകൾ, വാട്ടർ പ്രൂഫിങ്, പോയിൻറ്റിങ് വർക്കുകൾ, അതെല്ലാം സ്ക്വയർ മീറ്ററിലാണ്. എം സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇനി സാനിറ്ററി പൈപ്പ്സ് അത് എത്ര ലെങ്ത്തിൽ ഇട്ടു എന്നാണ് നമ്മൾ നോക്കുന്നത്. പൈപ്പ് നമ്മൾ എത്ര ലെങ്ത്ത്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വരുന്നത് റണ്ണിങ് മീറ്ററാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇനി ഫിറ്റിങ്സ് ആൻഡ് അപ്ലയൻസസ്, നമ്മുടെ പൈപ്പിൻ്റെ അകത്ത് കുറേ ഫിറ്റിങ്സ് വരും അല്ലേ, എൽബോ, കപ്ലിങ്, അതുപോലത്തെ അതിൻ്റെ അപ്ലയൻസസ്, ടാപ്പുകൾ, അതൊക്കെയാണ് അപ്ലയൻസസ് ആയിട്ട് വരുന്നത്. അതൊക്കെ നമ്പറാണ്, എത്ര നമ്പർ വാങ്ങി, അതാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റോഡ് വർക്കുകൾ. ഫോർ റോഡ്സ്, മെറ്റൽ കളക്ഷൻ, റോഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള മെറ്റൽ കളക്ഷൻ, അതിൻ്റെ യൂണിറ്റ് വരുന്നത് എം ക്യൂബാണ്. റോഡ് മെറ്റൽ കൺസോൾട്ടേഷൻ, അതിൻ്റെ യൂണിറ്റ് വരുന്നത് എം ക്യൂബാണ്. ടാർ ആൻഡ് ബിറ്റുമിൻ റോഡ്, അതിൻ്റെ യൂണിറ്റ് വരുന്നത് എം സ്ക്വയർ ആണ്, സ്ക്വയർ മീറ്റർ. സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ് ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വരുന്നത് എം ക്യൂബാണ്, ക്യൂമിക് മീറ്റർ. ഇത്രയാണ് കോമൺ ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന വർക്കുകൾ, അതിൻ്റെ യൂണിറ്റ്സ്. ഇനി നമുക്ക് ഇതേ വർക്കുകൾ തന്നെ കുറച്ചുകൂടി ഒന്ന് സബ്ബായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ എർത്ത് വർക്ക് എന്നേ നമ്മൾ പറഞ്ഞോളൂ. എർത്ത് വർക്ക് തന്നെ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഉണ്ട്, എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് ഇൻ ഫൗണ്ടേഷൻ ട്രെഞ്ച് ഉണ്ട്, എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് ഇൻ പ്ലിന്ത് ഉണ്ട്. അപ്പോൾ ഈ 3 വർക്കാണെങ്കിലും അതിൻ്റെ യൂണിറ്റ് വരുന്നത് ക്യൂമിക് മീറ്ററാണ്, മീറ്റർ ക്യൂബാണ് വരുന്നത്. ഇനി അതിൻ്റെ പേയ്മെൻറ്റ് വരുമ്പോൾ പെർ ക്യൂമിക് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ കോൺക്രീറ്റ് പറഞ്ഞു. കോൺക്രീറ്റിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. ലൈൻ കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, സിമെൻറ്റ് കോൺക്രീറ്റ് ഇൻ ലിൻഡൽ, RCC ഇൻ സ്ലാബ്, സിമെൻറ്റ് കോൺക്രീറ്റ് ഓർ RCC ചജ്ജ അല്ലെങ്കിൽ സൺഷെയ്ഡിൻ്റെ കോൺക്രീറ്റ്. അടുത്ത സിമെൻറ്റ് കോൺക്രീറ്റ് ബെഡ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സൺഷെയ്ഡ്. ഈ വർക്കുകളെല്ലാം ക്യൂമിക് മീറ്ററിലാണ് വരുന്നത്. ഈ പറയുന്നതെല്ലാം ക്യൂമിക് മീറ്റർ അല്ലെങ്കിൽ എം ക്യൂബിലാണ്. അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നതും പെർ എം ക്യൂബ്, എത്ര എം ക്യൂബിലാണോ ചെയ്തത് അത്ര എം ക്യൂബ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി ഇതിനകത്ത് വ്യത്യാസം വരുന്നത് ഈ 5th പോയിന്റ് മാത്രമാണ്. ലീൻ കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിങ്, നമ്മൾ ടെറസിൻ്റെ അത് ലീൻ കോൺക്രീറ്റ് ലേ ചെയ്യും. അതിൻ്റെ തിക്നെസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും, എത്ര തിക്നെസ്സിലാണ് ചെയ്തത്. അത് മാത്രം സ്ക്വയർ മീറ്ററിലാണ് വരുന്നത്, എം സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയാണ് കോൺക്രീറ്റ് വർക്കുകളിൽ വരുന്ന വേരിയേഷൻസ്. ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡാം പ്രൂഫ് കോഴ്സ്, അത് സ്ക്വയർ മീറ്ററിലാണ്. ഇനി ബ്രിക്ക് വർക്കുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ഉണ്ട്, ബ്രിക്ക് വർക്ക് ഇൻ പ്ലിന്ത് ഉണ്ട്, ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ ഉണ്ട്, ബ്രിക്ക് വർക്ക് ഇൻ ആർച്ചസ് ഉണ്ട്, റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് ഉണ്ട്. ഇതെല്ലാം ക്യൂമിക് മീറ്ററിലാണ്, എം ക്യൂബിലാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്, എം ക്യൂബിൽ. ഇനി ഇതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നത് തിൻ പാർട്ടീഷൻ വാൾ, നമ്മുടെ വീടിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ചെറിയ തിക്നെസ് കുറഞ്ഞ പാർട്ടീഷൻ വാൾസ് കൊടുക്കും, അത് മാത്രം എം സ്ക്വയറിലാണ്. ബാക്കിയെല്ലാം ക്യൂമിക്കിലാണ് ബ്രിക്ക് വർക്ക് വരുന്നത്. ഇപ്പോൾ ബ്രിക്ക് വർക്ക് തിൻ പാർട്ടീഷൻ വാളാണെങ്കിൽ അത് എം സ്ക്വയറിലാണ് വരുന്നത്, അതിൻ്റെ റേറ്റ് വരുന്നതും പെർ എം സ്ക്വയറിലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. ഇനി ജനറൽ റൂൾസ് ഫോർ മെഷർമെൻറ്റ്, നമ്മളൊരു വർക്ക് മെഷർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. The measurement shall be for the finished item of work and description of each item shall be include material, transport, labor, fabrication, tool, plant, all types of overheads for finished work in required shape, size and specification. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഫിനിഷ്ഡ് ഐറ്റം ഓഫ് വർക്കിനുള്ള മെഷർമെൻറ്റ് മാത്രമേ എടുക്കാവൂ, എന്ന് വെച്ചാൽ കഴിഞ്ഞ പണിയുടെ വർക്കിൻ്റെ മെഷർമെൻറ്റ് മാത്രമേ എടുക്കാവൂ. അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് മെറ്റീരിയൽ, ട്രാൻസ്പോർട്ടേഷൻ, ലേബർ, ഫാബ്രിക്കേഷനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവണം. ഇനി ഈ ഫിനിഷ് ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞേക്കുന്ന അതേ ഷേപ്പിലും സൈസിലും സ്പെസിഫിക്കേഷനിലും കംപ്ലീറ്റ് ചെയ്ത വർക്കിന് മാത്രമേ മെഷർമെൻറ്റ് ചെയ്യാവൂ. ഇൻ ബുക്കിംഗ് അല്ലെങ്കിൽ ഇൻ ബില്ലിംഗ് ദ ഓർഡർ ഷാൽ ബി ഇൻ സീക്വൻസ് ഓഫ് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇപ്പോൾ നമ്മളത് ടേബിളേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ വർക്ക് മെഷർ ചെയ്തതിൻ്റെ സീക്വൻസിൽ ഓർഡർ, ടേബിൾ കൊടുത്തേക്കുന്നതിൻ്റെ ഓർഡറിൽ ആദ്യം ലെങ്ത്ത്, അത് കഴിഞ്ഞാൽ ബ്രെഡ്ത്ത്, അത് കഴിഞ്ഞാൽ ഹൈറ്റ്, ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ എഴുതി പോകാൻ. ഓൾ വർക്ക് ഷാൽ ബി മെഷേർഡ് സബ്ജക്ട് ടു ദ ഫോളോയിങ് ടോളറൻസ്. അപ്പോൾ എല്ലാ വർക്കും താഴെ പറയുന്ന അക്യുറസിയിൽ വേണം ചെയ്യാൻ.
ലീനിയർ മെഷർമെൻറ്റ് ഷാൽ ബി മെഷേർഡ് നിയറസ്റ്റ് ടു 0.01 മീറ്റർ അക്യുറസി. ഇപ്പോൾ ലെങ്ത്തിൻ്റെ ലീനിയർ മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അക്യുറസി 0.01 മീറ്റർ അക്യുറസിയിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഏരിയ ഷാൽ ബി മെഷേർഡ് ടു ദ നിയറസ്റ്റ് ഓഫ് 0.01 m സ്ക്വയർ. 0.01 m സ്ക്വയർ അക്യുറസിയിൽ വേണം മെഷർ ചെയ്യാൻ. ക്യൂബിക്കൽ കണ്ടന്റ് ഷാൽ ബി വർക്ക്ഡ് ഔട്ട് ടു ദ നിയറസ്റ്റ് ഓഫ് 0.01 m ക്യൂബ്. 0.01 ക്യൂബിക് മീറ്റർ. ഈ ഒരു അക്യുറസിയിൽ വേണം നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ. സെയിം ടൈപ്പ് ഓഫ് വർക്ക് അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻ ആൻഡ് നേച്ചർ ഷാൽ മെഷർഡ് സെപ്പറേറ്റ്ലി അണ്ടർ സെപ്പറേറ്റ് ഐറ്റം. അപ്പോൾ ഒരേ ടൈപ്പ് ഓഫ് വർക്ക് ആണെങ്കിലും ഡിഫറെൻറ്റ് കണ്ടീഷനിലും ഡിഫറെൻറ്റ് നേച്ചറിലും ചെയ്യുന്നതാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് വേണം ഫയൽ ചെയ്യാൻ. The bills of quantities shall fully describe the material, proportion, workmanship and accuracy represent the work to be executed. അപ്പോൾ നമ്മളൊരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മെറ്റീരിയലിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ, നമ്മൾ യൂസ് ചെയ്ത മിക്സ് പ്രൊപ്പോർഷനെ പറ്റി, വർക്ക്മാൻഷിപ്പ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇൻ കേസ് ഓഫ് മേസൺറി, സ്റ്റോൺ മേസൺറി ആണെങ്കിലും ബ്രിക്ക് മേസൺറി ആണെങ്കിലും അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോൺക്രീറ്റ് ആണെങ്കിലും ദ കാറ്റഗറി ഷാൽ ബി മെഷേർഡ് സെപ്പറേറ്റ്ലി ആൻഡ് ദ ഹൈറ്റ് ഷാൽ ബി ഡിസ്ക്രൈബ്ഡ് as ഫോളോ. അപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ മുതൽ പ്ലിന്ത് ലെവൽ വരെയുള്ളതിനെ ഒരു ഐറ്റമായിട്ട് എടുക്കുക, പ്ലിന്ത് മുതൽ ഫസ്റ്റ് ഫ്ലോർ വരെയുള്ളതിന് അടുത്ത ഐറ്റമായിട്ട് എടുക്കുക, ഫസ്റ്റ് ഫ്ലോർ മുതൽ സെക്കൻഡ് ഫ്ലോർ വരെയുള്ളതിന് അടുത്ത ഐറ്റമായിട്ട് എടുക്കുക, പിന്നെ മുകളിലേക്ക് അങ്ങനെ സെക്കൻഡ് ടു തേർഡ്. അപ്പം അങ്ങനെ ഈ പറയുന്ന ഓരോ കാറ്റഗറി ഓഫ് വർക്ക് ഓരോ ഐറ്റമായിട്ട് വേണം ടാബുലേറ്റ് ചെയ്യാൻ. അല്ലാതെ ഒരു ബിൽഡിങ്ങിനെ കംപ്ലീറ്റ് എല്ലാ നിലയും കൂടി ഒരുമിച്ച് നമ്മൾ മെഷർ ചെയ്യാൻ പാടില്ല. ഓരോ നില അല്ലെങ്കിൽ ഓരോ ഐറ്റം ആക്കി ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് വേണം മെഷർ ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് നമ്മളതിൻ്റെ റൂൾസ്. ഇനി ഈ മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ് ചെയ്തു, അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 5 മെത്തേഡാണ്. സെൻട്രൽ ലൈൻ മെത്തേഡ്, ക്രോസിംഗ് മെത്തേഡ്, ഔട്ട് ടു ഔട്ട് ഓർ ഇൻ ടു ഇൻ മെത്തേഡ്. ഇതിനെ തന്നെയാണ് നമ്മൾ ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡ് എന്ന് പറയുന്നത്. 4th വൺ ബേ മെത്തേഡ്, 5th വൺ സർവീസ് യൂണിറ്റ് മെത്തേഡ്. ഇതിനകത്ത് ഈ ആദ്യത്തെ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡ്രോയിങ് കൺസിഡർ ചെയ്യാം. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിൽ നമ്മളൊരു റൂം ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു റൂമാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ലോങ് വാളിൻ്റെ ഇന്നർ ഡയമെൻഷൻ 5 മീറ്ററും ഈ ഒരു ഷോർട്ട് ഡയറക്ഷനിലുള്ള വാളിൻ്റെ ഇന്നർ ഡയമെൻഷൻ 2.5 മീറ്ററുമാണ്. ഇനി ഇതിൻ്റെ വാളിൻ്റെ തിക്നെസ്, ഈ ചുറ്റും കാണുന്ന വാളിൻ്റെ തിക്നെസ് 20 സെൻറ്റിമീറ്ററാണ്. 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.2 മീറ്ററാണ് ഓരോ വാളിൻ്റെയും തിക്നെസ് ആയിട്ട് വരുന്നത്. ഇനി അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ വരുന്നത് ഏറ്റവും താഴെ നമ്മൾ കൊടുക്കുന്ന PCC കോൺക്രീറ്റ് 60 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 15 സെൻറ്റിമീറ്റർ തിക്നെസ്സുമാണ്. അതിൻ്റെ മുകളിൽ ഒരു റാൻഡം റബ്ബർ മേസൺറി ഉണ്ട്, അതിൻ്റെ തിക്നെസ്സും നമുക്ക് കാണാം. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഒരു വാൾ വരുന്നത്. വാളിൻ്റെ തിക്നെസ് 20 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 3 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഈ ഒരു PCCയുടെ ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഞാൻ ഈ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ PCC എത്ര m³ PCC ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാനാണ് ഈ കാണുന്നത്, ആ ഒരു വാളിൻ്റെ പ്ലാനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പ്ലാനും ഈ ഒരു ക്രോസ് സെക്ഷനും വെച്ചിട്ട് നമ്മൾ ഈ ഒരു PCC ഇട്ടതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഔട്ട് ടു ഔട്ട് ആൻഡ് ഇൻ ടു ഇൻ മെത്തേഡ് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രാക്ടിക്കബിൾ മെത്തേഡ് അണ്ടർ ഓൾ ദ സർക്കംസ്റ്റൻസ് ആൻഡ് ഈസ് ജനറലി ഫോളോഡ് ഇൻ PWD ഫോർ കമ്പ്യൂട്ടിംഗ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ഓഫ് വർക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് ഇതാണ്. ഇത് തന്നെയാണ് PWDയുടെ വർക്കുകളിൽ നമ്മൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ എക്സ്റ്റേണൽ ലെങ്ത് ഓഫ് വാൾ റണ്ണിങ് ഇൻ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ. അപ്പോൾ ലെങ്ത് വൈസ് ഡയറക്ഷനിലുള്ള വാളിൻ്റെ എക്സ്റ്റേണൽ ലെങ്ത് കണ്ടുപിടിക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതാണ് ലോങ് ഡയറക്ഷനിലുള്ള വാൾ, ഇതും ഈ 2 വാളിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇന്നർ ലെങ്ത് എന്ന് വെച്ചാൽ 5 മീറ്ററാണ്. പിന്നെ ഇവിടെ ഒരു 20 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ ഒരു 20 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു വാളിൻ്റെ എക്സ്റ്റേണൽ ലെങ്ത് എന്ന് വെച്ചാൽ എത്രയാണ്? 5 + 0.2 + 0.2, അതായത് 5.4. അപ്പോൾ ലെങ്ത് ഓഫ് ലോങ് വാൾ ഇസ് ഈക്വൽ ടു 5 + 0.2 + 0.2. ഇനി എന്താണ്, 2 ലോങ് വാൾ ഉണ്ട് അല്ലേ, ഇവിടെ ഉണ്ട് 2 വാൾസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2 ചെയ്യും.
അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ലോങ് വാൾ നമുക്ക് 10.8 മീറ്റർ എന്ന് കിട്ടും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫൈൻഡ് ഔട്ട് ദ ഇൻറ്റേർണൽ ലെങ്ത് ഓഫ് വാൾ റണ്ണിങ് ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ഇനി വിഡ്ത്ത് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പോൾ ആ വാളിൻ്റെ ഇൻറ്റേർണൽ ലെങ്ത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റേർണൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ഷോർട്ട് വാൾ, ഇതാണ് അടുത്ത ഷോർട്ട് വാൾ. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാൾ തിക്നെസ് ഇല്ലാത്ത ബാക്കി ലെങ്ത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് അത് എത്രയാണ്? 2.5 മീറ്റർ. അത് തന്നെയാണ് ഇപ്പുറത്തെ വാളിൻ്റെ. അപ്പോൾ 2.5 ഇൻറ്റു 2, 2 വാളുള്ളതുകൊണ്ട് 2.5 ഇൻറ്റു 2. അപ്പോൾ ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ ഇസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 5 മീറ്റർ. ഇനി ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആഡ് ദ ബോത്ത് ലെങ്ത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ലോങ് വാൾ പ്ലസ് ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ. അപ്പോൾ 10.8 പ്ലസ് 5 ചെയ്യുമ്പോൾ 15.8 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടത് ഈ താഴെയുള്ള ഈ PCCയുടെ ടോട്ടൽ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് PCC ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് 15.8. ഇനി ബ്രെഡ്ത്തും ഹൈറ്റും ആ PCCയുടെ ബ്രെഡ്ത്തും ഹൈറ്റുമാണ് എടുക്കേണ്ടത്. PCCയുടെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 60 സെൻറ്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറയുമ്പോൾ 15 സെൻറ്റിമീറ്റർ. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലെങ്ത്ത് നമുക്ക് ഓൾറെഡി കിട്ടി 15.8, ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 60 സെൻറ്റിമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 0.6 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ PCCയുടെ ഹൈറ്റ് 0.15. സോൾവ് ചെയ്യുമ്പോൾ 1.422 ക്യൂമിക് മീറ്റേഴ്സ് എന്ന് കിട്ടും, അതായത് m3. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഔട്ട് ടു ഔട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വാൾ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ മേസൺറി വാൾ അറ്റ് ദ പ്ലിന്ത് ലെവൽ ആർ ടേക്കൺ ഫോർ കാൽക്കുലേറ്റിംഗ് ക്വാണ്ടിറ്റീസ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് ക്രോസിംഗ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത് ഓവറോൾ പെരിമീറ്റർ ഓഫ് ദ ബിൽഡിംഗ് ഈസ് കാൽക്കുലേറ്റഡ്. ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഔട്ടർ പെരിമീറ്ററാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് 4 ടൈംസ് ദ തിക്നെസ് ഈസ് ഡിഡക്റ്റഡ് ടു ഒബ്റ്റെയിൻ ദ സെൻറ്റർ ലെങ്ത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാനിൻ്റെ ഔട്ടർ ലെങ്ത്, ഔട്ടർ പെരിമീറ്റർ, ഞാനിപ്പോൾ ഈ വരച്ചു പോകുന്ന ഔട്ടർ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഇതിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ 20 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ 4 ടൈംസ് തിക്നെസ് 0.2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ ലൈൻ കിട്ടും. അപ്പോൾ ആദ്യം ഇതിൻ്റെ പെരിമീറ്റർ, ഔട്ടർ പെരിമീറ്റർ കിട്ടാൻ വേണ്ടി ഈ ഒരു ലൈനിൻ്റെ ഡിസ്റ്റൻസ് വേണം. അപ്പോൾ ഇത് എത്രയാണ്? നമുക്കറിയാം ഇന്നർ ഡയമെൻഷൻ 5 ആണ്. പിന്നെ രണ്ട് സൈഡിലും തിക്നെസ് ആയിട്ട് 0.2 ഉണ്ട്. അപ്പോൾ നമുക്ക് 5 പ്ലസ് 0.2 പ്ലസ് 0.2 അതാണ് ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്. അപ്പോൾ രണ്ട് സൈഡിൻ്റെ ലെങ്ത് കിട്ടാൻ വേണ്ടി ഇൻറ്റു 2 ചെയ്യുക. ഇനി അതേപോലെ അപ്പോൾ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ടർ ഡയമെൻഷൻ, അതാണ് ഈ 5.4 ഇൻറ്റു 2. ഇതാ ഈ ഒരു ലെങ്ത് ആണ് 5.4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡും കിട്ടി. ഇനി അടുത്തത് ഷോർട്ടർ സൈഡിൻ്റെ ലെങ്ത് കിട്ടണം, ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്. അപ്പോൾ അതിൻ്റെ ഇന്നർ ഡയമെൻഷൻ 2.5 ആണ്. 2.5 പ്ലസ് രണ്ട് സൈഡിലെയും തിക്നെസ് ആഡ് ചെയ്യുക. അപ്പോൾ 0.4 എന്ന് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 2.9. ഇപ്പോൾ 2.9 എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ്. അതേപോലെ ഇപ്പുറത്തൊരു സൈഡും ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ അതാണ് 5.4 ഇൻറ്റു 2, 2.9 ഇൻറ്റു 2. ടോട്ടൽ ഔട്ടർ പെരിമീറ്റർ എന്ന് വെച്ചാൽ 16.6 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ മെത്തേഡ് അനുസരിച്ചിട്ട് ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ട. ലെങ്ത്ത് എന്ന് വെച്ചാൽ എന്താണ്? പെരിമീറ്റർ മൈനസ് 4 ടൈംസ് ദ തിക്നെസ്. പെരിമീറ്ററിൽ നിന്ന് 4 ടൈംസ് വാൾ തിക്നെസ് 0.2 മൈനസ് ചെയ്യുക വിച്ച് ഇസ് ഈക്വൽ ടു 15.8 മീറ്റർ എന്ന് കിട്ടും. ഇതേ 15.8 മീറ്റർ ആണ് നമുക്ക് ഇവിടെ ലെങ്ത് ആയിട്ട് കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക? ക്വാണ്ടിറ്റി ഓഫ് PCC കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതേ ലെങ്ത് തന്നെയാണ് നമുക്ക് ഇപ്പുറത്തും കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് PCCയുടെ കിട്ടും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ലൈൻ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഓൺലി ഇഫ് ദ ഓഫ്സെറ്റ്സ് ആർ സിമെട്രിക്കൽ ആൻഡ് ദ ബിൽഡിംഗ് ഈസ് മോർ ഓർ ലെസ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്. ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബിൽഡിംഗ് ഓഫ്സെറ്റ്സ് ഒക്കെ സിമെട്രിക്കൽ ആണെങ്കിലും പിന്നെ ബിൽഡിംഗ് ഓൾമോസ്റ്റ് റെക്ടാങ്കുലർ ഷേപ്പിലാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. The center line of the building is determined carefully after doing deductions of repeated measurement. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സെൻറ്റർ ലൈൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്ക് ഡിഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ലൈൻ ലെങ്ത് കണ്ടുപിടിക്കുക. ദ സെൻറ്റർ ലൈൻ ആക്ട് ആസ് ദ ലെങ്ത് ഓഫ് ദ കംപ്ലീറ്റ് കാൽക്കുലേഷൻ ഓഫ് ദ എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് സെൻറ്റർ ലൈൻ ഹാസ് ടു ബി ഫൈൻഡ് ഔട്ട്. അപ്പോൾ ആദ്യം തന്നെ
ലെങ്ത് ഓഫ് സെൻട്രൽ ലൈൻ ഇൻ ലോങ് ഡയറക്ഷൻ. ഇപ്പോൾ ലോങ് ഡയറക്ഷനിലുള്ള സെൻട്രൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇതാ ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ലെങ്ത്ത് മതി. അപ്പോൾ 5ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? ഇവിടുത്തെ തിക്നെസ് 0.2 ആണ്, ഇവിടുത്തെ തിക്നെസ് 0.2 ആണ്. അപ്പോൾ 0.2ൻ്റെ പകുതി മാത്രമേ രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നുള്ളൂ. ഇതാ ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ലെങ്ത്ത്, ഈ ഒരു സെൻട്രൽ ലൈനിൻ്റെ ലെങ്ത്താണ് ആദ്യം എടുക്കേണ്ടത്. അതേ ലെങ്ത്ത് തന്നെയായിരിക്കും ഇപ്പുറത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ 5 പ്ലസ് വാൾ തിക്നെസ് 0.2/2 പ്ലസ് 0.2/2. അപ്പോൾ ഒരു സൈഡിൽ 0.2/2 ഇവിടെയും വരും, ഇപ്പുറത്തെ സൈഡിൽ 0.2/2 വരും. ഓക്കെ, അപ്പോൾ 5 പ്ലസ് 0.1 പ്ലസ് 0.1 ഇതാണ് ഒരു സെൻട്രൽ ലൈൻ. ഈ ഒരു ലൈൻ അത് തന്നെയാണ് ഇപ്പുറത്തെ സെൻട്രൽ ലൈൻ. അതുകൊണ്ട് ഇൻറ്റു 2, അപ്പോൾ നമുക്ക് 10.4 എന്ന് കിട്ടും. ഇനി അടുത്തത് ലെങ്ത് ഓഫ് സെൻട്രൽ ലൈൻ ഇൻ ഷോർട്ട് ഡയറക്ഷനിലെ സെൻട്രൽ ലൈൻ ലെങ്ത്, ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ അത് എത്രയാണ്? 2.5 പ്ലസ് 0.1 പ്ലസ് 0.1 അത് തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്. അതുകൊണ്ട് ഇൻറ്റു 2 എടുക്കുക. അപ്പോൾ ലെങ്ത് ഓഫ് സെൻട്രൽ ലൈൻ ഇസ് ഈക്വൽ ടു 2.5 പ്ലസ് 0.1 പ്ലസ് 0.1 വിച്ച് ഇസ് ഈക്വൽ ടു 5.4. ഇനി ടോട്ടൽ ലെങ്ത് ഓഫ് സെൻട്രൽ ലൈൻ ഇസ് ഈക്വൽ ടു ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 15.8. നേരത്തെ കിട്ടി അതേ ലെങ്ത് തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്തത് PCCയുടെ മൊത്തം കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് നമുക്ക് 15.8 കിട്ടി. ബ്രെഡ്ത്ത് എത്രയാണ്? PCCയുടെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 0.6 ഇൻറ്റു PCCയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 0.15. അപ്പോൾ സെയിം വോളിയം തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിലും കിട്ടും. ഇനി അടുത്ത ലാസ്റ്റ് രണ്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ബേ മെത്തേഡും സർവീസ് യൂണിറ്റ് മെത്തേഡും. ഇത് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ദിസ് മെത്തേഡ് ഈസ് ജനറലി ഫോളോഡ് ഇൻ കേസ് ദ ബിൽഡിംഗ് ഹാവ് സെവറൽ ബേസ് അല്ലെങ്കിൽ യൂണിറ്റ്സ്. The cost of one bay അല്ലെങ്കിൽ one unit is calculated and then multiplied with the number of bays in that building. അതായത് ഇപ്പോൾ നമ്മളൊരു ഹോസ്റ്റൽ ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു റൂമിന് അതേ ഡയമെൻഷൻ ആയിരിക്കും എല്ലാ റൂംസിനും വരുന്നത്. അപ്പോൾ ആ ഒരു റൂമിനാണ് ഒരു ബേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിനകത്ത് എത്ര ബേ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ബേയുടെ കോസ്റ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി 4 ബേ ആണ് ആ ഫുൾ ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലോറിൽ വരുന്നതെങ്കിൽ ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് കിട്ടും. The extra cost of the end walls and difference in framing should be considered. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ റൂംസും സെയിം സൈസാണ്, സ്റ്റാർട്ടിങ് റൂം മാത്രമാണ് വ്യത്യാസം. അപ്പോൾ ആ ഒരു റൂമിൻ്റെ മാത്രം സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു ബേ മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത് സർവീസ് യൂണിറ്റ് മെത്തേഡ്. ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ് യൂണിറ്റ് ഈസ് എ ബെഡ് ആൻഡ് ഇൻ കേസ് ഓഫ് എ സിനിമ ഹാൾ സർവീസ് യൂണിറ്റ് ഈസ് സീറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കാൻ പോകുന്ന ഹോസ്പിറ്റൽസിലാണെങ്കിൽ എത്ര ബെഡ് അതിനാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സർവീസ് യൂണിറ്റ് മെത്തേഡിൽ ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു ബെഡാണ് ഹോസ്പിറ്റലിൻ്റെ കേസിൽ. സിനിമ ഹാളിൻ്റെ കേസിലാണെങ്കിൽ ഒരു സർവീസ് യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു സീറ്റാണ്. അപ്പോൾ എത്ര സീറ്റിനാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അത്രയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ ബുക്ക് എന്താണെന്ന് നോക്കാം. Data book. This is the basic document for the analysis of rate and representation of estimate for various types of work. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള വർക്കിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള റേറ്റും അതിൻ്റെ പ്രിപ്പയർ ചെയ്യേണ്ട ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഓൾ ഐറ്റംസ് ഓഫ് വർക്ക്സ് കമ്മിങ് അണ്ടർ ദ സിവിൽ എക്സിക്യൂഷൻ ഫിഗേഴ്സ് ഇൻ ദിസ് ബുക്ക്. സിവിൽ കൺസ്ട്രക്ഷൻ്റെ കീഴിൽ വരുന്ന എല്ലാ ടൈപ്പ് വർക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഈ ഒരു ഡാറ്റ ബുക്കിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. General condition in the standard data book provide complete detail of work including material and labor requirements, conveyance to the site of work including loading and unloading and stacking. അപ്പോൾ കംപ്ലീറ്റ് വർക്ക് നമ്മുടെ ഒരു ഈ ഒരു സ്റ്റാൻഡേർഡ് ഡാറ്റാ ബുക്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ മെറ്റീരിയൽസ്, ലേബറിൻ്റെ റേറ്റ്, കൺവെയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എടുക്കുന്ന ചാർജ്, ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജ്, സ്റ്റാക്കിംഗ് അടുക്കി വെക്കുന്ന ചാർജ്, ഇതെല്ലാം നമുക്ക് ഈ ഡാറ്റാ ബുക്കിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ഫോർ ഐറ്റംസ് കമ്മിങ് അണ്ടർ സെയിം കാറ്റഗറി. 50 number have been allotted for chapters other than miscellaneous and sanitary and water supply work, for each of which 100 numbers have been allotted, leaving the balance under each chapter free for the further additional items if any to be included later. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഹെഡിങ്സ് എന്തൊക്കെയെന്ന് ജസ്റ്റ് റാൻഡം ആയിട്ട് നോക്കാം. അപ്പോൾ ഡാറ്റാ ബുക്കിൻ്റെ അകത്ത്
ആദ്യത്തെ 3 പേജിൽ കൊടുത്തേക്കുന്നത് സൈറ്റ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അടുത്ത 4 and 5 പേജസിൽ കൊടുത്തേക്കുന്നത് ഫെല്ലിംഗ് ഓഫ് ട്രീസ്. നമ്മുടെ സൈറ്റിൽ ട്രീസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഫെല്ല് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി പേജ് നമ്പർ 6 to 31 കൊടുത്തേക്കുന്നത് ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് ഡെമോളിഷിംഗ് ഡീറ്റെയിൽസ് ആണ്. പേജ് നമ്പർ 51 to 67 എക്സ്കവേഷനും എർത്ത് വർക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 101 to 138 മോട്ടാർ സിമെൻറ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്. 151 to 171 ബ്രിക്ക് വർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ. 201 to 211 ലാറ്ററൈറ്റ് മേസൺറിയുടെ ഡീറ്റെയിൽ. അടുത്തത് സ്റ്റോൺ മേസൺറിയുടെ ഡീറ്റെയിൽ, വുഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ, പിന്നെ ഡോർസ്, വിൻഡോസ്, വെന്റിലേഷൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്, ഫ്ലോറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അടുത്ത റൂഫിങ്ങിൻ്റെ ഡീറ്റെയിൽ, പ്ലാസ്റ്ററിങ് ആൻഡ് പോയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽ, പിന്നെ വൈറ്റ് വാഷിംഗ്, കളർ വാഷിംഗ്, ഡിസ്റ്റംബറിങ്, വാട്ടർ പ്രൂഫിംഗ്, പെയിൻറ്റിങ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. റോഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ, വെൽ സിങ്കിങ്, പൈൽ ഡ്രൈവിംഗ്, വെൽ സിങ്ക് ചെയ്യുന്നതിൻ്റെയും പൈൽ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ മിസ്ലേനിയസ് വർക്ക്. മിസ്ലേനിയസ് വർക്ക് എന്ന് പറയുമ്പോൾ സ്റ്റീൽ വർക്ക് ആയിരിക്കാം, പാർട്ടീഷനിങ് ആയിരിക്കാം, സ്റ്റോൺ വർക്ക് ആയിരിക്കാം. പിന്നെ ജനറൽ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം മിസ്ലേനിയസിൻ്റെ അകത്ത് വരും. പിന്നെ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്കിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ മിസ്ലേനിയസ് ഐറ്റംസ് ആയ കൺവേയൻസ് ഓഫ് മെറ്റീരിയൽ, അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ, ബെയിലിംഗ് ഔട്ട് വാട്ടർ, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റാ ബുക്കിൻ്റെ അകത്ത് നമ്മുടെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് വർക്കിൽ വരുന്ന സൈറ്റ് ക്ലിയറിംഗ് മുതൽ കംപ്ലീറ്റ് ഫൈനൽ വർക്ക് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്.